ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാസ് വ്ളോഗ്സ് മലയാളം. നിങ്ങൾ എൻ്റെ തമ്പനയിൽ കണ്ടിരിക്കുമല്ലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിയൽമി 3iയുടെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ തെറ്റും കുറവുകളും ഇതിൽ വരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടില്ല എന്ന് വെക്കുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3GB 32GB സ്പെസിഫിക്കേഷനിൽ വരുന്ന റിയൽമി 3i 8000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതേപോലെ 4GB 64GB സ്പെസിഫിക്കേഷൻ വരുന്നത് 10,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 3GB 32GBയുടെ 8000 രൂപയുടെ ഫോണാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അൺബോക്സിങ് വീഡിയോയിലൂടെ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ റിയൽമി 3iയുടെ ബോക്സ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. 8000 രൂപയാണ് ഇതിൻ്റെ വില. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇതൊരു ലൈറ്റ് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ബോക്സിൻ്റെ കളർ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിയൽമി 3i ബോക്സിൻ്റെ 4 വശങ്ങളിലായിട്ട് റിയൽമി 3i കൊടുത്തിട്ടുണ്ട്. ബോക്സ് കാണാൻ നന്നായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള സ്മാർട്ട് ഫോൺ ഒന്ന് എടുത്തു നോക്കാം. ഇത് ഒന്ന് തുറന്നു നോക്കുകയാണ്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് നാക്ക് കട്ടറാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഹേയ്, വെൽക്കം ടു റിയൽമി ഫാമിലി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് ഒന്ന് നമുക്ക് പുറത്തെടുക്കാം. ഇനി ഈ ബോക്സിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിലൊരു മാനുവൽ ഗൈഡ് ലഭിക്കുന്നുണ്ട്. കൂടാതെ നമുക്കൊരു വാറണ്ടി കാർഡും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ബാക്ക് കേസ്. നമുക്കതൊന്ന് മാറ്റി വെച്ച് നമ്മളുടെ സിം ഇജക്റ്റ് ടൂൾ ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ സിം ഇജക്റ്റ് ടൂള്. നമുക്ക് നമ്മളുടെ സ്മാർട്ട് ഫോൺ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ റിയൽമി 3i സ്മാർട്ട് ഫോൺ. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മളുടെ റിയൽമി 3i പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് നിങ്ങൾ നോക്കുക. ഒരു റെഡ് ആൻഡ് ബ്ലൂ കളറിൽ ഒരു ഡയമണ്ട് കട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസറും ക്യാമറയും വരുന്നുണ്ട്. ബാക്കിൽ ഡുവൽ ക്യാമറ ആണ് വരുന്നത്. ഫ്രണ്ടിൽ നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രൽ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്ക്രീൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന്റെ ചാർജിങ് അഡാപ്റ്റർ ഒന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ചാർജർ അഡാപ്റ്റർ. ഇത് 5 വോൾട്ട് 2 ആംപിയർ ഇൻപുട്ട് നൽകുന്ന ഒരു ചാർജർ അഡാപ്റ്റർ ആണ്. ഇതൊന്ന് മാറ്റി വെച്ച് നമുക്കിതിന്റെ USB കേബിളും കൂടി ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇതാണ് ഇതിന്റെ USB കേബിൾ.
ഇത് ഒരു നോർമൽ USB കേബിളാണ്, അല്ലാതെ മറ്റേ C ടൈപ്പും മറ്റേതൊന്നുമില്ല. നോർമൽ USB കേബിളാണ്. ഓക്കെ, നമ്മുടെ ഫോൺ എടുത്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ Realme 3i ഫോണ് കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായി നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് സിം ട്രേ ഇടുന്ന ഒരു ഇതും കാണാം. ഇവിടെയാണ് സിം ട്രേ ഇടുക. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് നമ്മളുടെ പവർ ബട്ടൺ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്നുമില്ല. താഴ്ഭാഗത്ത് നമുക്ക് ഒരു 6 ഹോളുകൾ കാണാം. അത് സ്പീക്കറിൻ്റെ 6 ഹോളുകളാണ്. പിന്നെ നമ്മളുടെ ചാർജിങ് പോർട്ട് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തായി ഒരു 2 ഹോൾസ് സ്പീക്കറിൻ്റെ ഉണ്ട്. പിന്നെ ഒരു 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സിം ട്രേ ഒന്ന് അയക്കാം. ഓക്കെ, സിം ട്രേ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിം ട്രേ. ഇതിൽ നമുക്ക് 2 സിമ്മും ഒരു മൈക്രോ SD കാർഡും ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ സിം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഫോൺ ഒന്ന് ഓണാക്കി വെക്കാം. സ്ക്രീൻ ഗാർഡൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. നമുക്ക് കുറച്ച് സെറ്റപ്പുകളൊക്കെ റെഡിയാക്കാനുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് വരാം. ഓക്കെ, നമ്മൾ സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോക്കാക്കിയിട്ട് നമുക്ക് നമ്മളുടെ ബാക്ക് കേസ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് കേസ് ഇടാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ബാക്ക് കേസ് ഇട്ടിട്ടുണ്ട്. നല്ല ബാക്ക് കേസാണ് തന്നിട്ടുള്ളത്. നല്ല ഫിറ്റായി നിൽക്കുന്നുണ്ട്. ക്യാമറയും ഫിംഗർ പ്രിൻ്റൊക്കെ നന്നായി ഫിറ്റായി നിൽക്കുന്നുണ്ട്. ക്യാമറ 13 MB പ്രൈമറി പ്ലസ് 2 MB പ്രൈമറി ക്യാമറയും ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കിട്ടുന്നത് 13 MB സിംഗിൾ ക്യാമറയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇവിടെ തീരുകയാണ്. ഞാനിപ്പോൾ അൺബോക്സിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി മറ്റേ ഫീച്ചേഴ്സ്, അതിൻ്റെ ക്യാമറ, മറ്റേ ഫീച്ചേഴ്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ മിക്കവാറും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇനിയും കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.